കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അന്നത്തെ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഇതിലും പരിതാപകരമാണ് പലപ്പോഴും. വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നീറ്റായിട്ടും ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അടുക്കി പെറുക്കി വെച്ചതിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഇന്നെന്തായാലും തനി രൂപം കാണിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ. ഊരി വെച്ച കമ്മലും സേഫ്റ്റി പിന്നും കുടിവെള്ള പാത്രവും പേസ്റ്റും എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ തന്നെയാണ് ഇത് വൃത്തിയാക്കുന്നതും അടുക്കി പെറുക്കി വെക്കുന്നതും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അത് വേറെ തന്നെ. തൽക്കാലമായിരിക്കുന്നതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ചായ കുടിച്ചിട്ട് അടുക്കളയിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും വീട്ടിലില്ല. എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഫിഷും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ വാങ്ങിച്ച് വീട്ടിൽ അമ്മച്ചിക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് ആ ഫംഗ്ഷന് പോകാനായിട്ട്. എന്നോട് ഡെയിലി വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. അവർ പറയുന്നത് പോലെ ഡെയിലി വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, അതായത് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ടേബിൾ അറേഞ്ച് ചെയ്യുന്നതോ ചെറിയ ചെറിയ കുക്കിങ്ങോ അലക്കി വിരിക്കുന്നതോ ഒക്കെ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് ഞാൻ തന്നെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോയ്ക്ക് മുടക്കം വരുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒന്നും ചെറിയ കാര്യമല്ല കേട്ടോ. അതെടുത്ത് തുടങ്ങുമ്പോഴേ അറിയത്തുള്ളൂ അതിനകത്തുള്ള ബുദ്ധിമുട്ട്. ബാക്ക് ടു ബാക്ക് വീഡിയോസ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം എന്ന ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനും പറ്റത്തുള്ളൂ. അങ്ങനെ സ്ഥിരമായി വീഡിയോ ഇട്ട് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി ഈ യൂട്യൂബ് കൊണ്ട് വരുമാനം നേടുന്ന എല്ലാ യൂട്യൂബേഴ്സിനോടും എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം ഇതൊരു ചെറിയ പരിപാടി അല്ല എന്നുള്ളത് ഇതിനോടൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാത്ത ജോലിക്ക് പോയാലേ നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. തോന്നുമ്പോൾ പോയി തോന്നുമ്പോൾ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയും. യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്നവര് യൂട്യൂബിന് വേണ്ടിയിട്ട് നല്ലപോലെ അധ്വാനിക്കുന്നവരായി. ഇന്നത്തെ വീഡിയോയിൽ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാള് വീഡിയോ ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. യൂട്യൂബിന്റെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ തിയറിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇടുന്ന എന്റെ ഈ വീഡിയോയ്ക്ക് കട്ട സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദി. അങ്ങനെ കടയിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. അതിനുശേഷം ഡൈനിങ് ടേബിൾ ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്തു. പിന്നെ ഇന്നത്തെ ഫംഗ്ഷന് ഞാനൊരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റാപ്പ് ചെയ്യാനായിട്ടിരുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വെറുതെ ഒരു ഗിഫ്റ്റ് മാത്രമല്ലാതെ എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് എഴുതി ചേർക്കുന്നതും എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദിയുടെ ഒരു വാക്ക് കുത്തിക്കുറിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരുങ്ങി നേരെ ഫംഗ്ഷന് പോകണം. ഫംഗ്ഷൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ മറന്നുപോയി. ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അടുത്തുള്ള സെൻറ് ജൂഡ് ചർച്ചിൽ പോയിരുന്നു. അപ്പം എടുത്ത ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.